ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടുക്കിയുടെ സ്വന്തം ഏഷ്യാഡ് അഥവാ എല്ലും കപ്പയും ആണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കല്യാണത്തലേന്ന് ഏഷ്യാഡില്ലാത്ത മധുരം വെപ്പില്ല. ഒരടിപൊളി ടേസ്റ്റുള്ള ഏഷ്യാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏഷ്യാഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് പോത്തിൻ്റെ ഇറച്ചിയോട് കൂടിയ എല്ല് പീസാക്കി വൃത്തിയാക്കിയത് 2 കിലോയാണ്. ഏഷ്യാഡിന് എപ്പോഴും നല്ലത് പോത്തിൻ്റെ മുഴനെഞ്ചാണ്. ഇറച്ചി പൊളിച്ചെടുക്കാത്ത വാരിയെല്ലും നല്ലതാണ്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഈ എല്ല് വേവിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുവേണ്ടി ഒരു 4 സവാള അരിഞ്ഞത്, 2 കുടം വെളുത്തുള്ളി പൊളിച്ചത്, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, വലിയ 2 പീസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില എന്നിവയാണ്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് 3 കിലോ കപ്പ കുത്തി നുറുക്കിയതാണ്. 1 കിലോ എല്ലിന് 1.5 കിലോ കപ്പ എന്നതാണ് കണക്ക്. കപ്പയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസുകൾ: ഒരു തേങ്ങ ചെരുകിയത്, 1 കുടം വെളുത്തുള്ളി, 10-12 ചുവന്നുള്ളി, 10-20 കാന്താരിമുളക്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ഇതൾ കറിവേപ്പില എന്നിവയാണ്. കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന കപ്പയുടെ ഇൻഗ്രീഡിയൻസിൽ നിന്നും കുറച്ച് തേങ്ങ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ എല്ലൊന്ന് നന്നായി മസാല പുരട്ടിയെടുക്കാം. നമ്മൾ എല്ലിനായി റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൾ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ല് കയ്യിൽ കൊണ്ട് മുറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു 1/2 മണിക്കൂർ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മസാലയൊക്കെ നന്നായി എല്ലിലേക്ക് പിടിച്ചോളും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ല് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. എല്ല് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. എല്ലിനുള്ളിലെ മജ്ജയൊക്കെ നന്നായി നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങി വന്നോളും. അതിലാണ് നമ്മുടെ ഏഷ്യാഡിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ എല്ല് നന്നായി വെന്താൽ മാത്രമാണ് എല്ലിലെ ഇറച്ചി നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ വെള്ളം ചേർക്കാതെയാണ് നമ്മുടെ എല്ല് വേവിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ല് നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ അടിച്ചായിരുന്നു. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ നമ്മളെടുത്ത കപ്പ കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഏഷ്യാഡ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല നെയ്യുള്ള എല്ലായിരുന്നു ഇത്. നെയ്യ് കൂടുതൽ ഉള്ളതാണ് ഏഷ്യാഡിന് എപ്പോഴും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അടുപ്പത്ത് വെച്ചിരിക്കുന്ന എല്ലിലേക്ക് നമ്മൾ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് കപ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റി എടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ നന്നായി ആവിയൊക്കെ വന്ന് നമ്മുടെ അരപ്പൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കനമുള്ള ഒരു തവി കൊണ്ടോ ഇളക്കാനായി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോലുകൊണ്ടോ നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി തന്നെ എല്ലും കപ്പയും മിക്സ് ആക്കണേ. കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നതും നല്ലതാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമ്മുടെ ഏഷ്യാഡിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ഏഷ്യാഡ് തയ്യാറായിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നമ്മുടെയൊക്കെ നാടൻ ഭക്ഷണമായ ഏഷ്യാഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.